കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം. ദിവസവും 10,000 രൂപ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇത് ഒരു ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചശക്തിയെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാക്ടീസ്. നമ്മൾ ആലോചിക്കും, ദിവസവും 10,000 രൂപ മാനിഫെസ്റ്റ് ചെയ്യാമോ? എന്തുകൊണ്ടില്ല എന്ന് ഞാൻ ചോദിക്കും. കാരണം ദിവസം 1 കോടി ഉണ്ടാക്കുന്നവരുണ്ട്, അതിൽ കൂടുതൽ ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ മൾട്ടി മില്യനേഴ്സുണ്ട്, ബില്യനേഴ്സുണ്ട്. നമ്മളൊക്കെ അവിടെ ഒന്നും ആവേണ്ട. നമുക്കൊരു 10,000 രൂപ ദിവസം മാനിഫെസ്റ്റ് ചെയ്താൽ മതി എന്ന് വിചാരിക്കൂ. നമ്മളെങ്ങനെയാണ് ഈ 10,000 രൂപ മാനിഫെസ്റ്റ് ചെയ്യുന്നത്? നമുക്ക് ഉണ്ടാക്കാൻ അസാധ്യമായ ഒന്നാണോ ഈ 10,000 രൂപ? ഒരു ദിവസം 10,000 രൂപ ഉണ്ടാക്കുന്നത് നിസ്സാരമാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. എങ്ങനെ? നമ്മുടെ മൈൻഡ് സെറ്റ് അതിനനുസരിച്ച് വളരണം. ഇപ്പോൾ നമ്മുടെ മനസ്സ് സങ്കുചിതമാണ്. അതായത് ചിലപ്പോൾ നമുക്ക് പണമില്ലാത്ത അവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ പണമുണ്ടായാലും നമുക്ക് ഇനിയൊന്നും കൂടുതൽ ഉണ്ടാക്കാൻ കഴിയില്ല. ദിവസം 10,000 രൂപയൊന്നും ഉണ്ടാക്കാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ ഒരു മൈൻഡ് സെറ്റായിരിക്കും. അപ്പോൾ നമ്മൾ ആ മൈൻഡ് സെറ്റിനെ മാറ്റിയെടുക്കണം. മൈൻഡ് സെറ്റിനെ മാറ്റിയെടുക്കുന്നത് നമുക്ക് ഈശ്വരാർപ്പണമായി ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്, എനിക്ക് 10,000 രൂപയൊന്നും തരുന്നില്ല, അവന് 10,000 രൂപയുണ്ട്, എനിക്ക് തരുന്നില്ല എന്നാണ്. പക്ഷേ നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു നോക്കൂ, എനിക്ക് 10,000 രൂപ ദിവസവും തരുന്നതിന് പ്രപഞ്ചശക്തിക്ക് അല്ലെങ്കിൽ ഭഗവാന് നന്ദി. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് മാറുകയാണ്. അതായത് എനിക്ക് ഈ പൈസ കിട്ടി എന്നുള്ള ആ നന്ദി കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് എൻ്റെ ഉള്ളിൽ ആ 10,000 രൂപ കിട്ടിയ ഫീലുണ്ട്. ഞാൻ ആ 10,000 രൂപ ഇപ്പോൾ സ്വന്തമാക്കി, ദിവസവും 10,000 രൂപ ഞാൻ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന ഫീൽ എൻ്റെ ഉള്ളിലേക്ക് വരുന്നു. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുക, ഇങ്ങനെ നമ്മൾ മനസ്സിനെ ട്രെയിൻ ചെയ്യുക. അതായത് എനിക്ക് 10,000 രൂപ ദിവസം കിട്ടുന്നതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി. എനിക്ക് 10,000 രൂപ കിട്ടിയതിന്, ദിവസം കിട്ടിയതിന് അങ്ങനെ. അതായത് കിട്ടിയതിന്, അതായത് കിട്ടാത്തതിന് എന്ന വാക്ക് പറയരുത്. കിട്ടിയതിന് നന്ദി എന്ന് പറഞ്ഞ് നമുക്കത് കിട്ടിക്കഴിഞ്ഞു എന്ന അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ നമ്മളെപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് മാറിത്തുടങ്ങുന്നുവോ, അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഈ 10,000 രൂപയുടെ ഫീല് അത് ശരിയാണ്. അതായത് നമ്മൾ 10,000 രൂപ കിട്ടിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആ മൈൻഡ് സെറ്റ് മാറി ആ കിട്ടിയ ആളുടെ മൈൻഡ് സെറ്റായി. ആ സമയത്ത് നമ്മളിലേക്ക് എങ്ങനെയാണ് ഈ 10,000 രൂപ ഉണ്ടാക്കുന്നത്, ദിവസവും എങ്ങനെ 10,000 രൂപ ഉണ്ടാക്കാം എന്നുള്ള വഴികൾ നമുക്ക് തുറന്നു വരും. നമ്മുടെ മനസ്സ് തന്നെ ആലോചിച്ച് തുടങ്ങും, എന്തൊക്കെ വഴികളുണ്ട് 10,000 രൂപ ഉണ്ടാക്കാൻ, എന്തൊക്കെ മാർഗങ്ങൾ, എല്ലാം നമ്മൾ തേടിത്തുടങ്ങും. എല്ലാം നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പോസിറ്റീവായി വരികയും ചെയ്യും. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് അട്രാക്ഷൻ ശരിക്കും പ്രപഞ്ചശക്തിയെ ആശ്രയിച്ചിട്ടുള്ള ഒരു ടെക്നിക്കാണ്. പ്രപഞ്ചശക്തി എന്ന് പറയുന്നത് ഈശ്വരനാണ്. ഏത് ഈശ്വരൻ വിശ്വസിക്കുന്നുവോ അവർക്കൊക്കെ ചെയ്യാൻ പറ്റാവുന്ന, മനസ്സിൽ നമ്മൾ കരുതുന്ന, നമ്മൾ വിശ്വസിക്കുന്ന ആ ഈശ്വരനെ അല്ലെങ്കിൽ ആ പ്രപഞ്ചശക്തിയെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തോടെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഭഗവാന് നന്ദി പറയുക. അത് നേടിയതായി കരുതി നന്ദി പറയുക. അല്ലെങ്കിൽ നമ്മൾ എഴുതി വയ്ക്കുക. എങ്ങനെ എഴുതാമെന്നുള്ളത് എനിക്ക് 10,000 രൂപ ദിവസവും കിട്ടുന്നതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി എന്ന് എഴുതി നമ്മൾ ഒരിക്കൽ സൂക്ഷിച്ചു വയ്ക്കുക. അങ്ങനെ നമ്മൾ എന്നും എഴുതി പ്രാക്ടീസ് ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് പ്രാവശ്യം അടുപ്പിച്ച് എഴുതുക. ഒരു 100 ടൈംസോ അല്ലെങ്കിൽ 108 ടൈംസോ ഒക്കെ നമ്മൾ എഴുതി വയ്ക്കുക. അങ്ങനെ എഴുതി ഇത് നമ്മുടെ മനസ്സിൽ ഫീഡാവും. അപ്പോൾ ഈ വഴികൾ നമുക്ക് തുറന്നു വരും. ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഇതൊരു പുതിയ പരീക്ഷണമല്ലേ.
ഇങ്ങനെയും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഭഗവാനെ വിളിക്കുമ്പോൾ നമ്മൾക്ക് ഈ പൈസ കിട്ടിയതിനുള്ള നന്ദിയായിട്ട് നമ്മൾ സംസാരിക്കുക. അല്ലാതെ എനിക്ക് തരണേ, എനിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കാതെ എനിക്കിത് കിട്ടിയതായി കരുതി നെഗറ്റീവ്സ് മാറിയിട്ട് ആ പോസിറ്റീവ്സ് മാത്രം നിറച്ചിട്ട് ഭഗവാനോട് സംസാരിച്ച് നോക്കുക. അതായത് അദ്ദേഹത്തിനോട് നമ്മൾ എപ്പോഴും നന്ദി പറയുക, കിട്ടിയതിനും തന്നതിനുമൊക്കെ നന്ദി പറയുക. അതിൻ്റെ കൂടെ എനിക്ക് ഈ 10,000 രൂപയൊന്നും തരുന്നതിന് നന്ദി വേണ്ട, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല, എന്നാലും കിട്ടി എന്നുള്ളതിൻ്റെ ഫീലോട് കൂടി നന്ദി പറയുക. അങ്ങനെ നിങ്ങൾ തുടർച്ചയായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലറിയാതെ ആ വഴികൾ തുറന്നു വരും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് 10,000 രൂപ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ താഴെ കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.